സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായിൽ സ്നേഹവന്ദനം. ജയലോഗസ് 316ലേക്ക് സ്വാഗതം. ഇത് ജോസഫ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയുള്ള ഈ യാത്രയിൽ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ എല്ലാവരുടെയും മേലുണ്ടാവട്ടെ. എപ്പിസോഡ് നമ്പർ 57 സിലബസിലെ അവസാന അധ്യായമായ 2 കൊരിന്തോസ് 13 നമ്മുടെ ശ്രദ്ധാകേന്ദ്രം. തിരുവചനങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് 2 കൊരിന്തോസ് 13 നമുക്ക് പ്രവേശിക്കാം. 2 കൊരിന്തോസ് 13 ഒരു ആമുഖം. കൊരിന്തോസ് സഭയ്ക്ക് പൗലോസിൻ്റെ ഹൃദയംഗമവും തീക്ഷ്ണവുമായ കത്തിൻ്റെ ശക്തമായ ഉപസംഹാരമായി 2 കൊരിന്തോസ് 13 നിലകൊള്ളുന്നു. ഈ അധ്യായത്തിൽ ആത്മാക്കളുടെ ഇടയനും കർത്താവിൻ്റെ അശ്രാന്തമായ അപ്പസ്തോലനുമായ പൗലോസ് ആത്മപരിശോധനയുടെയും ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിൻ്റെയും ആവശ്യകതയെ ഊന്നി പറയുന്നു. ഒരു ആത്മീയ വഴികാട്ടിയുടെ അധികാരത്തോടും സ്നേഹനിധിയായ ഒരു ഉപദേഷ്ടാവിൻ്റെ അനുകമ്പയോടും കൂടി ധാർമ്മിക സമഗ്രതയ്ക്കും സാമുദായിക സൗഹാർദ്ദത്തിനും വേണ്ടി പരിശ്രമിക്കാൻ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ സമൂഹത്തിൻ്റെ ശക്തി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും അവർ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിലുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായം ആത്മപരിശോധനയുടെയും ആത്മീയ വളർച്ചയുടെയും കാലാതീതമായ ആഹ്വാനമാണ്. കൃപയുടെ പരിവർത്തന ശക്തിയെ സ്വീകരിക്കാനും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനും വിശ്വാസികളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: കൊരിന്തോസിലേക്കുള്ള പൗലോസ് ശ്ലീഹായുടെ എത്രാമത്തെ സന്ദർശനത്തെക്കുറിച്ചാണ് 2 കൊരിന്തോസ് 13 അധ്യായത്തിൽ പരാമർശിക്കുന്നത്? പൗലോസ് ശ്ലീഹയുടെ എത്രാമത്തെ സന്ദർശനമാണ് ഇവിടെ പറയുന്നത്? ഉത്തരം മൂന്നാമത്തെ. 2 കൊരിന്തോസ് 13:1 മൂന്നാമത്തെ. രണ്ടാമത്തെ ചോദ്യം: ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എന്തിന്മേലാണെന്നാണ് 2 കൊരിന്തോസ് 13:1 പറയുന്നത്? ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എന്തിന്മേലാണെന്നാണ് 2 കൊരിന്തോസ് 13:1 പറയുന്നത്? ഉത്തരം 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. മൂന്നാമത്തെ ചോദ്യം: 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു? 2 കൊരിന്തോസ് 13:1 സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന പഴയ നിയമഭാഗം ഏത്? 2 കൊരിന്തോസ് 13:1 സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന പഴയ നിയമഭാഗം. ഉത്തരം നിയമാവർത്തനം 17:6, 19:15. ബൈബിളിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ താഴത്തെ ഇതിൽ 19:15 ഉത്തരം. നാലാമത്തെ ചോദ്യം: തൻ്റെ കൊരിന്തോസിലേക്കുള്ള 2-3 സന്ദർശനവേളയിൽ ശ്ലീഹ ചെയ്ത ഏത് കാര്യത്തെക്കുറിച്ചാണ് 2 കൊരിന്തോസ് 13:2 പരാമർശിക്കുന്നത്? നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും താക്കീത് നൽകുന്നതിനെക്കുറിച്ച്. അഞ്ചാമത്തെ ചോദ്യം: എന്തിനുള്ള തെളിവാണ് കൊരിന്തോസുകാർ ആഗ്രഹിക്കുന്നത് എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:3 പറയുന്നത്? എന്തിനുള്ള തെളിവാണ് കൊരിന്തോസുകാർ ആഗ്രഹിക്കുന്നത്? അതിൻ്റെ ഉത്തരം ക്രിസ്തു തന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന്. ക്രിസ്തു പൗലോസ് ശ്ലീഹയിലൂടെ സംസാരിക്കുന്നു എന്നതിന്. ആറാമത്തെ ചോദ്യം: നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ ദുർബലനല്ല, ശക്തനാണ്. 2 കൊരിന്തോസ് 13:3 ആരാണ് ദുർബലനല്ല ശക്തനാണ് എന്ന് പറയുന്നത്? ഉത്തരം ക്രിസ്തു ആണ് ശക്തൻ. അടുത്ത ചോദ്യം 7: ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അവസ്ഥയെ വിവരിക്കാൻ പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:4 ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഏത് വാക്കാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അവസ്ഥയെ വിവരിക്കാൻ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം. 13:4 ഉത്തരം ബലഹീനത. അദ്ദേഹം അല്ലെങ്കിൽ ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു. 2 കൊരിന്തോസ് 13:4 അനുസരിച്ച് ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടെങ്കിലും അവൻ എങ്ങനെ ജീവിക്കുന്നു? എട്ടാമത്തെ ചോദ്യം. 2 കൊരിന്തോസ് 13:4 അനുസരിച്ച് ക്രിസ്തു ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടെങ്കിലും അവൻ എങ്ങനെ ജീവിക്കുന്നു? ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു. അടുത്ത ചോദ്യം: തങ്ങൾ ആരിൽ ബലഹീനരാണ് എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:4 പറയുന്നത്? തങ്ങൾ ആരിൽ ബലഹീനരാണ് എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:4 പറയുന്നത്? ഉത്തരം ക്രിസ്തുവിൽ. അതാണ് ഉത്തരം, ക്രിസ്തുവിൽ. അടുത്ത ചോദ്യം 10: കൊരിന്തോസുകാരോട് പെരുമാറുമ്പോൾ തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എന്ത് ശക്തി കൊണ്ട് ജീവിക്കും എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:4 പറയുന്നത്?
കൊറിന്തോസാരോട് പെരുമാറുമ്പോൾ തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ എന്ത് ശക്തി കൊണ്ട് ജീവിക്കും? ഉത്തരം ദൈവത്തിൻ്റെ ശക്തി കൊണ്ട്. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് 11. കൊറിന്തോസാർ തങ്ങളിൽ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ എന്നാണ് ശ്ലീഹ 2 കൊറിന്തോസ് 13:5 ആവശ്യപ്പെടുന്നത്. കൊറിന്തോസ് തങ്ങളുടെ എന്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഉത്തരം വിശ്വാസത്തിൽ. അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാനാണ് പറയുന്നത്. അടുത്തത് 12. 2 കൊറിന്തോസ് 13:5 പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർ സ്വയം പരീക്ഷിച്ചറിയുന്നതിനെക്കുറിച്ചും ഒരു സാധ്യതയെക്കുറിച്ചും പറയുന്നു. എന്താണ് ഈ സാധ്യത? സ്വയം പരീക്ഷിച്ചറിയുന്നതിനെക്കുറിച്ചും ഒരു സാധ്യതയെക്കുറിച്ചും. എന്താണ് ഈ സാധ്യത? അവൻ പരീക്ഷയിൽ പരാജയപ്പെട്ടേക്കാം. അവർ പരീക്ഷയിൽ പരാജയപ്പെട്ടേക്കാം എന്നാണ് ആ സാധ്യത. 13. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അധ്യായവും വാക്യവും. 2 കൊറിന്തോസ് 13:6 നമ്മൾ വായിക്കുന്നത്. 14 ചോദ്യം. 2 കൊറിന്തോസ് 13:7 കൊറിന്തോസാർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയുടെ പ്രാഥമിക പരിഗണന എന്തായിരുന്നു? കൊറിന്തോസാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രാഥമിക പരിഗണന എന്തായിരുന്നു? 13:7. ഉത്തരം അവർ തിന്മ പ്രവർത്തിക്കരുത് എന്നതായിരുന്നു പ്രാഥമിക പരിഗണന. 2 കൊറിന്തോസ് 13:7 കൊറിന്തോസുകാരോട് പൗലോസിനുള്ള ഉപദേശം എന്താണ്? 2 കൊറിന്തോസ് 13:7 കൊറിന്തോസുകാരോട് പൗലോസിനുള്ള ഉപദേശം എന്താണ്? അതാണ് 15ാമത്തെ ചോദ്യം. ഉത്തരം തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും കൊറിന്തോസുകാർ നന്മ പ്രവർത്തിക്കണമെന്നാണ്. 16 സത്യത്തിനു വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. അധ്യായവും വാക്യവും ഏത്? സത്യത്തിനു വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഉത്തരം 2 കൊറിന്തോസ് 13:8. 2 കൊറിന്തോസ് 13:8 ഇത് പറയുന്നത്. 17ാമത്തെ ചോദ്യം. തങ്ങൾ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:9 പറയുന്നത്. തങ്ങൾ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:9 പറയുന്നത്. ഉത്തരം തങ്ങൾ ബലഹീനരും കൊരിന്തോസർ ബലവാന്മാരും ആയിരിക്കുമ്പോൾ. അതാണ് അതിൻ്റെ ഉത്തരം. 18 കൊരിന്തോസരുടെ എന്തിനു വേണ്ടിയാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് 2 കൊരിന്തോസ് 13:9 പൗലോസ് ശ്ലീഹ പറയുന്നത്. കൊരിന്തോസരുടെ എന്തിനു വേണ്ടിയാണ് തങ്ങൾ പ്രാർത്ഥിക്കുന്നത്? 2 കൊരിന്തോസ് 13:9 പറയുന്നത്. ഉത്തരം പുനരുദ്ധാരണത്തിനു വേണ്ടി, കൊരിന്തോസരുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി. 19 പൗലോസ് ശ്ലീഹ കൊരിന്തോസരിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ അവർക്ക് എഴുതുന്നത് എന്തുകൊണ്ട്? പൗലോസ് ശ്ലീഹ ദൂരെ ആയിരിക്കുമ്പോൾ അവർക്ക് എഴുതുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഉത്തരം താൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന്. ഓക്കെ, അതാണ് എൻ്റെ ഉത്തരം. 20 കർത്താവ് തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:10 പറയുന്നത്. കർത്താവ് തന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:10 പറയുന്നത്. ഉത്തരം കൊരിന്തോസുകാരെ വളർത്തിയെടുക്കാൻ. 21 അഭിവാദനങ്ങൾ എന്ന ശീർഷകത്തിന് കീഴിൽ 2 കൊരിന്തോസ് 13:11 പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? 13:11 സഹോദരരെ എന്നാണ്. സഹോദരരെ. അടുത്ത ചോദ്യം 22 2 കൊരിന്തോസ് 13:11 കൊരിന്തോസുകാരോട് ചെയ്യുവാൻ പൗലോസ് ശ്ലീഹ ആവശ്യപ്പെടുന്ന 5 കാര്യങ്ങളിൽ ആദ്യത്തേത് ഏത്? 5 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് ഏതെന്നാണ് 13:11 അനുസരിച്ച് പറയേണ്ടത്. ഉത്തരം സന്തോഷിക്കുവിൻ, റിജോയ്സ്, സന്തോഷിക്കുവിൻ എന്നാണ് പറയുന്നത്. 23 പൂരിപ്പിക്കുക. സ്നേഹത്തിൻ്റെയും ഡാഷ് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. 2 കൊരിന്തോസ് 13:11 സ്നേഹത്തിൻ്റെയും ഡാഷിൻ്റെയും ദൈവം. സ്നേഹത്തിൻ്റെയും ഉത്തരം ശാന്തിയുടെയും ദൈവം. 24 ആരെല്ലാവരും കൊരിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്. ആരെല്ലാവരും കൊരിന്തോസുകാരെ അഭിവാദനം ചെയ്യുന്നു എന്നാണ് പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസ് 13:12 പറയുന്നത്. ഉത്തരം
വിശുദ്ധരെല്ലാവരും. വിശുദ്ധരെല്ലാവരും. 25. അന്യോന്യം അഭിവാദനം ചെയ്യേണ്ട ചുംബനത്തെ പൗലോസ്ലീഹ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? അന്യോന്യം അഭിവാദനം ചെയ്യേണ്ട ചുംബനത്തെ പൗലോസ്ലീഹ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം വിശുദ്ധ ചുംബനം എന്ന്. വിശുദ്ധ ചുംബനം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയേത്? എ. കർത്താവായ ദൈവത്തിൻ്റെ കൃപയും. ബി. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും. സി. പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും. ഡി. ദൈവത്തിൻ്റെ സ്നേഹവും. ഇതിലേതാണ് ശരിയെന്നാണ് പറയേണ്ടത്. ഉത്തരം ദൈവത്തിൻ്റെ സ്നേഹവും. 2 കൊരിന്തോസ് 13:13. ദൈവത്തിൻ്റെ സ്നേഹവും. 27. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ ഏറ്റവും കുറവ് വാക്യങ്ങളുള്ള അധ്യായം ഏത്? കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ ഏറ്റവും കുറവ് വാക്യങ്ങളുള്ള അധ്യായം ഏത്? അതാണ് 27-ാമത്തെ ചോദ്യം. ഉത്തരം 13-ാം അധ്യായം. അതിൽ 13 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. 13-ാം അധ്യായമാണ് ഏറ്റവും ചെറിയ അധ്യായം. 28-ാമത്തെ ചോദ്യം. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? അതാണ് 28-ാമത്തെ ചോദ്യം. 13 അധ്യായങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസാനത്തെ അധ്യായമാണ് 13. 29. 2 കൊരിന്തോസ് 13-ൽ 3 വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ശീർഷകം ഏത്? 2 കൊരിന്തോസ് 13-ൽ 3 വാക്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ശീർഷകം ഏത്? അഭിവാദനങ്ങൾ എന്ന ശീർഷകം. അഭിവാദനങ്ങൾ എന്ന ശീർഷകം. 30. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. നമുക്ക് ഒത്തിരി പരിചയമുള്ള ഒരു വാക്യമുണ്ട്. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. ഉത്തരം 2 കൊരിന്തോസ് 13:13. അവസാനത്തെ വാക്യമാണത്. 13:13. അവസാനമായി, സഹോദരരെ സന്തോഷിക്കുവിൻ, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തിൽ ജീവിക്കുവിൻ, സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. 2 കൊരിന്തോസ് 13:11. നമ്മളൊരു പ്രധാന വാക്യം എടുത്തതാണിത്. 2 കൊരിന്തോസ് 13 ഒരു ഉൾക്കാഴ്ച. കൊരിന്തോസ് സഭയുടെ ആത്മീയ സമഗ്രതയ്ക്കും ഐക്യത്തിനു വേണ്ടിയുള്ള ശക്തമായ അഭ്യർത്ഥനയോടാണ് 2 കൊരിന്തോസ് 13 പൗലോസ് അവസാനിപ്പിക്കുന്നത്. വിശ്വാസികൾ സ്വയം പരിശോധിക്കാൻ സ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. അവരുടെ യഥാർത്ഥ ശക്തി ഉള്ളിലുള്ള ക്രിസ്തുവിൽ നിന്നാണ് വരുന്നതെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഐക്യം, ധാർമ്മിക സമഗ്രത, ആത്മീയ വളർച്ച എന്നിവയുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നു. ഈശോമിശിഹായുടെ കൃപ, ദൈവസ്നേഹത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ എന്നിവ ഉയർത്തിക്കാട്ടുന്ന ഒരു അനുഗ്രഹത്തോടെ അധ്യായം അവസാനിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കൊരിന്തോസ് 13-ാം അധ്യായത്തിലെ ഉൾക്കാഴ്ചയായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇനിയും ടിപ്സിലേക്ക് കിടക്കുകയാണ്. ബൈബിൾ ക്വിസിനായി തയ്യാറെടുക്കാൻ അധ്യായം 1 തവണ വായിച്ച് അതിൻ്റെ ഉള്ളടക്കം സ്വയം പരിചയപ്പെടുത്തുക. ആത്മപരിശോധനയ്ക്ക് ഊന്നൽ നൽകുന്ന വാക്യം 5, ഐക്യവും സമാധാനവും ആവശ്യപ്പെടുന്ന 11-ാം വാക്യം പോലുള്ള പ്രധാന വാക്യങ്ങൾ മനഃപ്പാഠമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൗലോസിൻ്റെ മുന്നറിയിപ്പുകൾ, അഭിവാദനങ്ങൾ എന്നീ ശീർഷകങ്ങളുടെ ഉള്ളടക്കം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ടിപ്സായിട്ട് ഇതിൽ പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഓരോരുത്തരും നമ്മുടെ രീതിയിലുള്ള പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. വി ആർ ഗ്ലാഡ് യു ജോയിൻഡ് us. നമ്മൾ 13 അധ്യായങ്ങൾ അവസാനത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷം നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ കവർ ചെയ്തുള്ളൂ, മലയാളത്തിൽ അത് ചെയ്തില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം മീ, ജോസഫ്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. മേ ഗോഡ് ബ്ലെസ് ഈച്ച് വൺ ഓഫ് us.